ആയുർവേദ ചികിത്സയിൽ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തൈലമാണ് കൊട്ടൻ ചുക്കാദി കേരതൈലം. കൊട്ടൻ ചുക്കാദി തൈലം പ്രധാനമായിട്ടൊരു വേദനാ സംഹാരി എന്ന രീതിയിലാണ് ആയുർവേദത്തിൽ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റെഫറൻസ് വരുന്നത് 1000 യോഗങ്ങൾ അടങ്ങുന്ന സഹസ്രയോഗം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലാണ്. ഇതിൽ പ്രധാന ചേരുവകൾ എന്ന് പറയുന്നത് 14 തരത്തിലുള്ള ഡ്രഗ്സ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും പേര് പോലെ തന്നെ കൊട്ടം, വയമ്പ്, മുരിങ്ങയില, തൈര്, ചിറ്റരത്ത, എള്ളെണ്ണ, പുളിയില നീരിൽ ചേർത്ത് തൈലം കൽപ്പനയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തൈലമാണ് കൊട്ടൻ ചുക്കാദി കേരതൈലം. ഇതിൻ്റെ പ്രധാന ഗുണങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, പ്രായാധിക്യം കൊണ്ടുണ്ടാവുന്ന തേയ്മാനങ്ങൾ, അതുപോലെ തന്നെ വാദശമനമായിട്ടാണ് ഈ ഒരു തൈലത്തിൻ്റെ ആക്ഷൻ. പ്രധാനമായിട്ട് വേദന അടങ്ങുന്ന ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഒക്കെ ആയുർവേദത്തിൽ നമ്മൾ വാദരോഗങ്ങളുടെ ഉള്ളിലാണ് ഉൾപ്പെടുത്തുക. അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ കൊട്ടൻ ചുക്കാദിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ തേയ്മാനം കൊണ്ട് വരുന്ന സെർവിക്കൽ സ്പോണ്ടൈലോസിസ്, കഴുത്തിലെ ഡിസ്കിന് തേയ്മാനം വന്ന് കൈയിലേക്ക് കടഞ്ഞിറങ്ങുന്നത്, 2 കൈകളിലേക്കും വേദന റേഡിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് സെർവിക്കൽ സ്പോണ്ടൈലോസിസ്. ഇതിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ ലെംബാർ സ്പോണ്ടൈലോസിസ്, നടുവിൽ ഡിസ്കിലെ തേയ്മാനം കൊണ്ട് പ്രശ്നങ്ങൾ വരുന്ന, അവിടെ വേദനയും നീർക്കെട്ടൊക്കെ വരുന്ന അവസ്ഥയാണ് ലെംബാർ സ്പോണ്ടൈലോസിസ്. ഈ ഒരു കണ്ടീഷനിലും കൊട്ടൻ ചുക്കാദി തൈലം യൂസ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാറുണ്ട്. രാവിലെ എണീക്കുമ്പോൾ സ്റ്റിഫ്നെസ് അനുഭവപ്പെടുക, അതുപോലെ തന്നെ കയ്യിലേക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുക, ഒരു വേണ്ട രീതിയിൽ ഉന്മേഷമില്ലാത്ത അവസ്ഥയിലൊക്കെ തേച്ച് കുളിക്കാനും കൊട്ടൻ ചുക്കാദി നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോൾ, നല്ലത് കൊട്ടൻ ചുക്കാദി തൈലം എപ്പോഴും ഒന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കും. ഡയറക്റ്റ് ചൂടാക്കാതെ ഒരു പാത്രത്തിൽ എണ്ണ വെച്ചിട്ട് ആ വെള്ളം ചൂടാക്കിയിട്ട് ആ പാത്രം ഇറക്കി വെച്ചിട്ട് ചൂടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ, നീരുള്ള കണ്ടീഷനിലൊക്കെ നമ്മൾ പലതരം ചൂർണങ്ങൾ, ഇപ്പോൾ ജടാമയാദി, നാഗരാദി പോലെയുള്ള ചൂർണങ്ങളുടെ കൂടെ തന്നെ ഈ കൊട്ടൻ ചുക്കാദി തൈലം മിക്സ് ചെയ്തിട്ട് ഒരു എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ, ഒരു പറ്റുപോലെ ലേപം പോലെ ഇടാറുണ്ട്. അതുപോലെ തന്നെ സയാറ്റിക്ക പോലെയുള്ള കണ്ടീഷനിൽ നമ്മൾ മസാജ്, അഭ്യംഗം എന്ന് പറയുന്ന ആയുർവേദ ചികിത്സയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയായിട്ടുള്ള പിജു, ധാര, പിഴിഞ്ഞ് തടവൽ എന്നിങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ കൊട്ടൻ ചുക്കാദി നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതുപോലുള്ള പ്രായാധിക്യം പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഡെയിലി തേച്ച് കുളിക്കാനും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള തേയ്മാനം പോലെയുള്ള കണ്ടീഷനിലൊക്കെ നല്ല രീതിയിലുള്ള റിസൾട്ട് കൊട്ടൻ ചുക്കാദി യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടാറുണ്ട്. പ്രധാനമായിട്ടും ചുട്ടുപുകച്ചിൽ പോലെയുള്ള കണ്ടീഷൻസ്, ബേണിംഗ് സെൻസേഷൻസ്, ചുവന്ന നിറത്തിൽ വരുന്ന നീര്, ഇതിലൊന്നും നമ്മൾ കൊട്ടൻ ചുക്കാദി അധികം പ്രിഫർ ചെയ്യാറില്ല. കാരണം അത് ചിലപ്പോൾ അഗ്രിവേറ്റ് ചെയ്യും. അങ്ങനത്തെ കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ തൈലം സെലക്ട് ചെയ്യുക. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് ടിപ്സിന് ആയുർവേദ